ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോകുമ്പോൾ കണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം എപ്പിസോഡിൽ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്ര വലിയ ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊന്നുമല്ല. എന്നാലും അതിനകത്തൊക്കെ ഓരോരോ കുഞ്ഞു ഗെയിമുകളുണ്ട്. ഈ പവർ ടീമിൻ്റെ രണ്ടാമത്തെ പവർ പരിപാടിയും ചെറിയ രീതിയിലൊന്ന് ദയനീയമായി പരാജയപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോറ ഉറങ്ങിയത് മുന്നേ നമ്മൾ കണ്ടതാണ്. അപ്പം നോറ ഉറങ്ങി. നോറയ്ക്ക് ഒരു സ്പേസും കിട്ടാതെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന സമയത്താണ് നോറ ആകെ മൊത്തത്തിൽ കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയത്. അപ്പോഴാണ് പട്ടി കുരയ്ക്കുന്നത്. പട്ടി കുരച്ചത് നോറയ്ക്ക് വലിയൊരു ഗുണമായി മാറി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ നോറയ്ക്ക് പവർ ടീം പണിഷ്മെന്റ് കൊടുക്കുകയാണ്. കിലുക്കം എന്ന സിനിമയിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തെ പകർന്നാടുക എന്നുള്ളതാണ് നോറയുടെ പണിഷ്മെന്റ്. രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒത്തിരിയധികം സാധ്യതകളുണ്ട്. കാരണം എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും വലിച്ചെറിയാം. ഇപ്പം നോറ എല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് സിബിനും പരിവാരങ്ങളെല്ലാം സംഘങ്ങളെല്ലാം അതൊരു ഭയങ്കര വിഷമമുള്ളൊരു സംഗതിയാണ് കേട്ടോ. കാരണം സിബിൻ്റെ പുറകിലിരുന്ന് പൂജ, ശരണ്യ എന്നിവരൊക്കെ എന്തോ ഒരു ആരാധനയോടെ ഗെയിമിനെ നോക്കി കാണുകയാണ്. സിബിൻ പറയുന്നതാണ് വേദവാക്യം. സത്യം പറഞ്ഞാൽ സിബിൻ പറയുന്നത് പലതും ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഡൗൺ ആണ്. പക്ഷേ ഇവർ സിബിൻ്റെ പുറകിലായിപ്പോയി. അത് പൂജയ്ക്കൊക്കെ കിട്ടി ഏറ്റവും വലിയ അടിയാണ്. സിബിൻ അവിടെ ഒരു കളി കളിച്ചു. അത് അയാൾക്ക് ഗുണകരമായി. എല്ലാ ആളുകളെയും അയാളുടെ പിന്നിലേക്ക് അണിനിരത്തി. പക്ഷെ അത് ബാക്കിയുള്ള ആൾക്കാരെ ഡൗൺ ആക്കുന്ന തരത്തിലേക്കായിപ്പോയി. അവിടെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരണ്യക്കൊക്കെയാണ്. ശരണ്യ വെറും ഷോ പീസായി പോകും. ഇന്നലെ ഗബ്രി വെറുതെ ചോദിച്ചാണ് എന്നുണ്ടെങ്കിലും ശരണ്യ വെറും ഷോ പീസായി പോകും. അപ്പം സിബിൻ ജാൻമണി ഉപദേശിക്കുന്നുണ്ട്. ജാൻമണിയെ നോറ പ്രൊവോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ശ്രീരേഖയൊക്കെ രംഗത്ത് ഇറങ്ങി ജാൻമണിയെ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യുകയാണ്. പക്ഷേ നോറ ജാൻമണിയല്ല ടാർഗറ്റ് ചെയ്തത്. ആദ്യം തന്നെ സിബിനെയാണ് എടുത്ത് കറക്കിയത്. നിലപാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സിബിനെ എടുത്ത് കറക്കി. അപ്പോൾ സിബിന് തോന്നി ഇത് പണി വാളാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നോറ അപ്സരയുടെ അടുത്ത് പോകുന്നു. കിച്ചണിൽ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വാഷ് ബേസിനിലേക്ക് ഇടുന്നു. അപ്പോൾ അത് വേണ്ട, അത് സ്റ്റോപ്പ് എന്നിവർ പറയുന്നുണ്ട്. അതിനുശേഷം പില്ലോ ഒക്കെ വലിച്ചെറിയുന്ന ചില പരിപാടികൾ. നോറയുടെ സ്ഥിരം ഗെയിം ഇറക്കി. നോറയുടെ സ്ഥിരം ഗെയിം ഇറക്കാൻ സാധ്യത ഒരുക്കി കൊടുക്കുന്ന ഒരു പരിപാടിയായിപ്പോയി ഈ ഒരു പണിഷ്മെന്റ്. ഇതിനോടൊപ്പം നോറ ജാസ്മിൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുന്നുണ്ട്, ഇത്തവണത്തെ പവർ റൂം എങ്ങനെയുണ്ട്, ജാസ്മിൻ വിടുവോ? കിട്ടിയ സ്പേസ് മുതലാക്കാൻ തരത്തിൽ പവർ റൂമിനെ കുറിച്ചിട്ടും അവിടെയുള്ള ആളുകളെ കുറിച്ചിട്ടും ഒരു ദീർഘ പ്രസംഗം തന്നെ അവിടെ നടത്തി. അത് പവർ ടീമുകാർക്ക് വലിയ താല്പര്യപ്പെട്ടില്ല. അപ്പം പിന്നെ അവിടെ ജാസ്മിൻ ഇത് എൻ്റെ സ്പേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോ പരിപാടികളൊക്കെ. അതിനുശേഷം നോറ ജിൻഡോയെ പിടിക്കുന്നു. നിലപാടില്ലാത്തവൻ, കഴിവില്ലാത്തവൻ ക്യാപ്റ്റൻ, മണ്ടനായിട്ട് അഭിനയിക്കുന്നവൻ ക്യാപ്റ്റൻ, അതിൻ്റെ അഭിനയം കാണാൻ അല്ലടാ ഇവിടെ ആളുകൾ കാത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ശരിക്കും പ്രൊവോക്ക് ചെയ്ത് അങ്ങേയറ്റത്ത് കൊണ്ടുപോയി. പക്ഷേ ജിൻഡോ ഒരു പാട്ടൊക്കെ പാടി നൈസായിട്ട് അതിനെ ഡീൽ ചെയ്തു. വേറെ ഒന്നും പറയാനില്ല, മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലേക്കുള്ള സാധനമായിപ്പോയി. അപ്പോൾ സിബിന് തോന്നി ഇതിവിടെ നിർത്തുന്നതല്ലേ നല്ലത്. ശരണ്യോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർത്താൻ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് എന്നെങ്കിൽ നമുക്ക് നിർത്തിയാലോ. അല്ല, നിങ്ങൾക്ക് വേണ്ട, കുറച്ചും കൂടെ കേട്ടെ, ചായ കൂടി കഴിഞ്ഞിട്ട് നിർത്താം. ശരിക്കും പറഞ്ഞാൽ നോറ ആഗ്രഹിച്ചതും ഇതാണ്, നോറയ്ക്ക് വേണ്ടതും അതായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു പണിഷ്മെൻറ്റ് അത് ആ വഴിക്കായി. ഇതിനു മുൻപ് വേറൊരു സംഗതി ഉണ്ടായിരുന്നു. നന്ദന എന്ന് പറയുന്ന ഗെയിമർ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ത് പറഞ്ഞിട്ടാണ് വന്നത്? സംസ്കാരം, ഹൗസിലുള്ള ആളുകളുടെ സംസ്കാരം അതൊക്കെ മൊത്തത്തിലൊന്ന് നന്നാക്കണം, സദാചാരമൊക്കെ പഠിപ്പിക്കണം. ഇപ്പോൾ ജാസ്മിൻ ആൻഡ് ഗബ്രി അത് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു ഗെയിമായിട്ടാണ് ഇങ്ങടേക്ക് വന്നത്. അപ്പം നന്ദന സ്വാഭാവികമായിട്ടും ഒരു മിനിമം മാന്യത കാണിക്കണ്ടേ? ഇന്നലെ ആ ഒരു സ്കിറ്റിനകത്ത് അതൊരു അളിഞ്ഞ് പോണോ ലെവലിലേക്ക് കൊണ്ടുപോയതിനകത്ത് നന്ദനയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്നലെ ആ ഒരു ആക്ട് കാണിച്ച രണ്ടാളുകൾ ചേർന്ന് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാണ്. അഭിഷേക് ജയദീപും നമ്മുടെ നന്ദനയും. അപ്പോൾ അഭിഷേക് ജയദീപ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്ദന ഒരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്ന സമയത്ത് അഭിഷേക് പൂമാനമേ എന്നുള്ളൊരു പാട്ട് പാടി. അപ്പോൾ നന്ദന തിരിച്ച് ഞാനും അങ്ങനത്തെ ഒരു പാട്ട് പാടും എന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിനകത്ത് അഭിഷേക് ജയദീപ് വളരെ മാന്യൻ നന്ദന വെച്ച് നോക്കുന്ന സമയത്ത്. നന്ദന പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പൊന്നെ കേട്ടാൽ അളിഞ്ഞു പോകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഒരു മാന്യത, മിനിമം മാന്യതയുള്ള ഒരാൾ അവരോട് തിരിച്ച് സംസാരിക്കാൻ പോകത്തില്ല. കാരണം അളിഞ്ഞ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഗെയിമല്ല. അളിഞ്ഞ വർത്താനം പറഞ്ഞാൽ അതിനകത്ത് എന്ത് ഗെയിം? അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ വഴി. അപ്പം രോമമൊക്കെ പറപ്പിക്കുന്ന കാണിക്കുന്നു. അതേപോലെ നട്ടെല്ല് നിവർത്തി നിൽക്കേടാന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നട്ടെല്ല് നിവർത്തി നിൽക്കുക എന്നൊക്കെ, അദ്ദേഹത്തിന് നട്ടെല്ല് നിവർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ നിൽക്കുമോ? അപ്പോൾ ഇതുപോലുള്ള സാധനമൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി വളരെ വൾഗറായിട്ടുള്ള ഒരു ടോക്ക്. ആ ഒരു ടോക്കിംഗ് സ്റ്റൈലുള്ള ഒരാളെ എങ്ങനെയാണ് സംസ്കാരം പഠിപ്പിക്കാൻ വരിക എന്നുള്ളത് എനിക്കറിയില്ല. ഭയങ്കര മോശമായിട്ടുള്ളൊരു വേ ഓഫ് ടോക്കിങ്. അത് ഒരു ഗെയിമാണ് എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്ന ചില ആളുകൾ ഭയങ്കര വിറ്റാണ്. ജാസ്മിൻ ഇങ്ങനെ നൈസായിട്ട് കഥകിനിടയ്ക്കൂടെ പറ്റി ഇങ്ങനെ കയറി
അതിനകത്ത് ഇടപെടാൻ പറ്റുമോ, സ്പേസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അളിഞ്ഞ കേസായതുകൊണ്ട് നൈസായിട്ട് അവിടെ ഇരുന്നു. വേറെ ഒന്നും സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കി. നോറ അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ മറ്റേ സ്ട്രെയിറ്റ്നറൊക്കെ ആയിട്ട് അത് ഈ തല്ലിനിടയ്ക്ക് അവിടെ കൊണ്ട് കുത്തിയിട്ടിട്ട് മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ശരണ്യൊക്കെ കയറി അത് നമുക്ക് പറ്റാത്ത കളിയാണെന്നുള്ളത് മനസ്സിലായി. ജിൻഡോ വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോൾ പവർ ടീമിൻ്റെ കളിപ്പാവയാണല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് പൂജ വന്നു. അതേപോലെ തന്നെ ശരണ്യൊക്കെ പറയുന്നു മെച്യൂരിറ്റി ഉള്ള ആളുകൾ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവർ മിണ്ടാതിരിക്കുന്നു. അപ്പം ജിൻഡോ അവിടെ വന്നിട്ട് നിങ്ങൾ കളിച്ച് കയറി വാ എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൾഗറായിട്ടുള്ള ഒരു ടോക്കിംഗ് സ്റ്റൈലും വെച്ചിട്ട് നന്ദൻ എങ്ങനെ പിടിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. അതിനിടയ്ക്ക് അഭിഷേക് ജയദീപ് നന്ദനോട് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര വാലിഡാണ്. നിനക്ക് എന്ത് ഗെയിമാണുള്ളത്? ആ ജാസ്മിൻ്റെ പുറകെ നടന്ന് എന്തോ ഡയലോഗ് പറയുന്ന ഒരു ഗെയിമല്ലേ നിനക്കുള്ളൂ. അപ്പം ഈ തിരിച്ച് നന്ദൻ അഭിഷേകിനോട് പറയുന്നുണ്ട്, നീ ആളുകളുടെ മൂഡ് താങ്ങിയല്ലേ നടക്കുന്നത്, വാലല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അഭിഷേക് ജയദീപിന് കുറച്ചും കൂടെ ഒരു ഗെയിമുണ്ട്. നന്ദനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നന്ദനയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നുമില്ല. നന്ദന അവിടെയും കൂടും ഇവിടെയും കൂടും എല്ലായിടത്തും കൂടും. ഇന്നലെ വൈകിട്ട് ജാസ്മിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഒരു ഗെയിമർ. ഒട്ടും ലോകവിവരമില്ലാത്ത, സംസ്കാരം വളരെ മോശമായിട്ടുള്ള ഒരാളാണ് സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു റേഞ്ചിൽ താഴെയുള്ള പ്രേക്ഷകരുടെ ഒരു തനി പകർപ്പാണ് നന്ദന. കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേട്ടാൽ അറക്കുന്നതാണ്. എന്നിട്ടാണ് ഇവർ ബാക്കിയുള്ള ആളുകളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. പെർഫെക്റ്റ് എക്സാമ്പിളാണ് നന്ദന. പറയാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട്. സംവാദം കൊഴുക്കുന്ന സമയത്ത്, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൈ കൊട്ടുന്നു, ഒച്ചയിടുന്നു. അയ്യേ, ഒരാൾ പറയുന്നത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ കൂട്ടി എന്തോ ഒരു മറ്റേ ഇത് എന്തോ സെറ്റപ്പാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ലോ ലെവൽ ഒരു സെറ്റപ്പിലേക്കാണ് നന്ദൻ അവിടെ പോയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കോൺവെർസേഷനിൽ ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു അവലോകനമാണ്. സിബിൻ ഇരിക്കുന്നു, സിബിൻ്റെ പരിവാരങ്ങൾ ചുറ്റിനുമുണ്ട്. സിബിനേട്ട എന്ത് ഗെയിമാണ് പുതിയത് കൊണ്ടുവരുന്നത് എന്നറിയാനായിട്ട് തോഴിമാരൊക്കെ ചുറ്റിനിരിപ്പുണ്ട്. പൂജയുണ്ട്, ശരണ്യുണ്ട്, എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. ഋഷി വന്നിട്ട് അവിടെ കഥയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സിബിനേട്ടായി അവിടെ നിന്നിട്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ ആകുലത അങ്ങോട്ട് പറയുകയാണ്, ജാസ്മിൻ ഡ്രസ്സ് മാറിയില്ല. ഗബ്രിക്കില്ലാത്ത വശമാണ് സിബിനെ ഭയങ്കരമായിട്ട് ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. സിബിൻ ഏത് റേഞ്ചിലുള്ള ജാസ്മിൻ്റെ ഇഷ്യൂസും എടുത്ത് തലവെക്കാനായിട്ട് റെഡിയാണ്. സത്യം പറഞ്ഞ ജാസ്മിൻ ഒന്നും സ്പേസ് കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ജാസ്മിൻ ഇപ്പോൾ തിരികെ കയറുവാണ്. എവിടെയെങ്കിലും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ തിരികെ കയറുകയാണ്. സ്പേസ് കൊടുക്കരുത് എന്ന് പറയുന്നത് ഗെയിമിൻ്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ സിബിൻ്റെയും ക്വാളിറ്റി പോവും. ജാസ്മിന് പിന്നെ സ്ഥിരമായിട്ട് ഏത് റേഞ്ചിലുള്ള സാധനം ഉള്ളതുകൊണ്ട് അത് മുന്നോട്ടേക്ക് പോകും. ശരിക്കും ഇവർ വേറെ ഏതെങ്കിലും ഒരു ഗെയിമറിലേക്ക് തിരിയേണ്ടതാണ്. അപ്പോൾ ഈ ജിൻഡോയെ എന്തിനാണ് ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടത്തുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജിൻഡോയെ ഇവർക്കറിയില്ല, ജിൻഡോയുടെ ഗെയിം ഇവർക്കറിയില്ല. ജിൻഡോയുടെ ഗെയിം ഈ കണ്ടസ്റ്റൻസിന് ആർക്കും അറിയില്ല. അപ്പോൾ ജിൻഡോനെ പാമ്പർ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ എന്നാ പറയുന്നത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവും എന്ന് എങ്ങനെയാണ് തോന്നുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തിരിയുന്നിടത്തേക്ക് തിരിഞ്ഞ് നിന്ന് കളിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് സിബിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും സാധനം ഇടും. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ചെയ്തതുപോലെ തലയിൽ കളർ അടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം പുള്ളി എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിയെ ക്യാമറ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ക്യാമറയ്ക്കെതിരെ പരാതി പറയേണ്ട ഒരു സമയമായി. പുള്ളിയെ കാണിക്കുന്നില്ല. ഏതായാലും പുള്ളിയൊക്കെ എങ്ങനെ കയറി വരുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു കൂട്ടം ചേർന്നിട്ടുള്ളൊരു കളി ആയതുകൊണ്ടാണ് ഇവർക്കൊന്നും ഇൻഡിവിജ്വൽ സ്പേസ് കിട്ടാത്തത്. ഇവർക്ക് എതിരെ കളിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് നോറയ്ക്ക് സ്പേസ് ഉണ്ട്, ജാസ്മിന് സ്പേസ് ഉണ്ട്, ഗബ്രിക്ക് സ്പേസ് ഉണ്ട്, വേറെ ആർക്കും സ്പേസ് ഇല്ല. ഇതൊക്കെയാണ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ. അഭിപ്രായങ്ങൾ പറയുക. നന്ദി.